നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് ജയിച്ച് മാഡ്രിഡിൽ ലാൻഡ് ചെയ്ത സ്പെയിനിൻ്റെ ആഘോഷ പരിപാടികൾ നമ്മൾ കണ്ടു. നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. വലിയ രൂപത്തിൽ ആഘോഷ പരിപാടികൾ, ഓപ്പൺ ബസ് പരേഡ്, അതുപോലെ കുക്കറയുടെ പാട്ട്, അതൊക്കെയായിട്ട് അവർ ഗംഭീരമാക്കി. തോറ്റുമടങ്ങിയ അർജൻറ്റീനയോ, ഫൈനലിൽ തോറ്റുമടങ്ങിയ അർജൻറ്റീനക്കാരെ നാട്ടുകാരെങ്ങനെ സ്വീകരിച്ചു? വല്ലാത്തൊരു സ്വീകരണമായിരുന്നു അത്. വലിയ ആഘോഷ പരിപാടികൾ, തങ്ങളുടെ ഹീറോകൾ ഫൈനൽ വരെ പോരാടിയല്ലോ. അതിനു മുമ്പ് കിരീടം ചൂടിയ ടീമാണ്. ഇത്തവണ ഫൈനൽ വരെ പോരാടി അവരെ ഹീറോകളായിട്ട് തന്നെ സ്വീകരിച്ചു. ഓപ്പൺ ബസ് പരേഡ് ഉണ്ടായിരുന്നു. ആ ആളുകൾ അവരെ കാണാൻ വേണ്ടി തടിച്ചുകൂടി വലിയ രൂപത്തിൽ പാട്ടും മറ്റു കാര്യങ്ങളും ഒക്കെയായിട്ട് അവരെ സന്തോഷിപ്പിച്ചു. ആരാധകരുടെ ആ ഒരു ആവേശം താരങ്ങളെ സന്തോഷവാന്മാരാക്കി. അവരവിടെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് എമിയുടെയും മറ്റുമൊക്കെ വീഡിയോ വരുന്നത് വളരെ ഗ്ലൂമി ആയിട്ടാണ്. പക്ഷേ ആരാധകരുടെ സ്നേഹം കണ്ട് അവർ വീണ്ടും ചാർജ്ഡായ മനോഹരമായ കാഴ്ച. ഇന്നലെ തന്നെ കളി കഴിഞ്ഞതിന് ശേഷം അവരവിടെ നിന്ന് ബ്യൂണസ് അയേഴ്സിലേക്ക് പറന്നിരുന്നു. ഇന്നലെ ബ്യൂണസ് അയേഴ്സിലെ സമയം വൈകിട്ട് 6:30 താരങ്ങളെയും വഹിച്ചുകൊണ്ടുള്ള ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്തത്. നമുക്ക് ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെയാണ് ലാൻഡ് ചെയ്തതെന്നർത്ഥം. എസൈസ എയർപോർട്ടിൽ അവർ അറൗണ്ട് 6:30 PM ലാൻഡ് ചെയ്തു എന്നാണ് അർജൻറ്റീൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. അതിനുശേഷം വലിയ രൂപത്തിലുള്ള ഒരു സ്വീകരണ പരിപാടി തന്നെ ഒരുക്കി. ഒരു പോലീസ് എസ്കോർട്ടോടുകൂടി ദേശീയ ടീം അവിടുത്തെ ലയണൽ ആൻഡ്രസ് മെസ്സി ഗ്രൗണ്ട് അവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് കോംപ്ലക്സ് ഉണ്ട് എസൈസ പ്രോപ്പർട്ടിയിൽ. അർജൻറ്റീന ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതൊക്കെ. ആ എസൈസ പ്രോപ്പർട്ടിയിലെ ആ ഒരു ട്രെയിനിങ് ഗ്രൗണ്ട്, അവിടെ അവർക്ക് സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ക്യാമ്പ് ഉണ്ട്. അങ്ങോട്ടേക്ക് ടീം എത്തി. അപ്പോഴേക്കും അവിടെ വലിയ രൂപത്തിൽ ആരാധകർ തങ്ങിക്കൂടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. വലിയ ജനാവലി. എന്നിട്ട് ഇത് ശരിക്കും പറഞ്ഞ ഒരു പ്ലാനഡ് ആയിട്ടുള്ള സെലിബ്രേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഇത്ര ആളുകൾ വരികയും പിന്നെ ഓപ്പൺ ബസ്സിൽ അവർ അവിടെ മൂവ് ചെയ്യുകയൊക്കെ ചെയ്തു. AFA സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. എല്ലാ പ്ലെയേഴ്സിനും കളിക്കളത്തിൽ ആരാധകരെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. എല്ലാ മെമ്പറും, അതായത് ദേശീയ ടീമിൻ്റെ ഡെലിഗേഷനിലായുള്ള എല്ലാ മെമ്പേഴ്സും അർജൻറ്റീന ടീമിനെ റെപ്രസെൻ്റ് ചെയ്തതിലും നിങ്ങളുടെ സപ്പോർട്ടിലും ഒക്കെ വലിയ സന്തോഷവാന്മാരാണ്. ഫൈനൽ റിസൾട്ട് നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന പോലെ ആയില്ല. രണ്ടാമത്തെ കൺസിക്യൂട്ടീവായിട്ടുള്ള വേൾഡ് കപ്പ് നമ്മൾ ലക്ഷ്യം വെച്ചിരുന്നു. ബട്ട് നമ്മൾ ഒരിക്കൽ കൂടി ആ ഒരു ബോണ്ട് അത് നമ്മൾ റീഅഫേം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ഇപ്പോൾ AFA സ്റ്റേറ്റ്മെൻറ്റ് അവസാനിപ്പിച്ചത്. എന്നാൽ 26 അംഗ സ്ക്വാഡിൽ പല താരങ്ങളും നാട്ടിലേക്ക് വന്നില്ല. 10 താരങ്ങൾ അവിടെ നിന്ന് തന്നെ പോയി എന്ന് പറഞ്ഞാൽ മെസ്സിയും ഡിബോളും ഒക്കെ മയാമിയിലേക്ക് പോയി. ബാക്കിയുള്ള താരങ്ങൾ യൂറോപ്പിലേക്കൊക്കെ മടങ്ങുകയാണ്. മെസ്സി അധികം വൈകാതെ റൊസാരിയോയിലേക്ക് എത്തുമെന്ന റിപ്പോർട്ടുണ്ട്. മെസ്സിയുടെ പ്ലാൻ നമുക്ക് വേറെ വീഡിയോ ചെയ്യണം. ഏതായാലും ബാക്കിയുള്ള 16 പേരാണ് ഇവിടെ ഈ ആരാധകരുടെ സ്നേഹക്കടലിലേക്ക് ലാൻഡ് ചെയ്തത്. ആ താരങ്ങൾ എമിലിയാനോ മാർട്ടിനസും ലിസാൻഡ്രോ മാർട്ടിനസും മാർക്കോ സെനേസി, ഫെക്കുണ്ടോ മെദീന, നിക്കോളാസ് ഓട്ടമെൻഡി, നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ, ഗോൺസാലോ മൊണ്ടീൽ, ലിയാൻഡ്രോ പെരേഡസ്, അലക്സിസ് മെക്കലിസ്റ്റർ, വാലന്റിൻ ബാർക്കോ, ഇസിക്കിയൽ പലാസിയോസ്, ജിയോവാനി ലോ ചെൽസോ, നിക്കോ ഗോൺസാലസ്, തിയാഗോ അൽമേഡ, ഹുലിയാനോ സിമിയോണി, ഹോസെ മാനുവൽ ലോപ്പസ്. ഈ താരങ്ങളാണ് അവിടെ ലാൻഡ് ചെയ്തത്. വലിയ രൂപത്തിലുള്ള ആരാധകരുടെ സ്നേഹം ഏറ്റുവാങ്ങിയത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എഴുതാം.